ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷോയാണ്. വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്ന ഒരു ഷോയാണ്. ഇങ്ങനെ ഒരു ഷോ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് ഒരാളെ പിന്തുണയ്ക്കാതെ നമുക്ക് അഭിപ്രായം പറയാനായിട്ട് പറ്റില്ല. അതാണ് ഇങ്ങനത്തെ ഷോസിന്റെ പ്രത്യേകത. അതാണ് ഇങ്ങനെയുള്ള റിയാലിറ്റി ഗെയിം ഷോസിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ ആരെങ്കിലും ഒരാളെ പിന്തുണയ്ക്കാതെ നമുക്ക് ഒരു അഭിപ്രായവും പറയാനായിട്ട് സാധിക്കില്ല. അതിൽ തന്നെ നമുക്ക് വേറൊരു സൈഡും കാണും. അതാണ് പറയുന്നത്, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പോളറൈസിങ് ആയിട്ടുള്ള ഒരു ഷോ ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരാളെ നമ്മൾ പിന്തുണച്ചിരിക്കണം. അതിനായിട്ടാണ് ഈ ഷോ നടത്തുന്നത്. അപ്പൊ നിഷ്പക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു ഫോൾസ് ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിഷ്പക്ഷനായിട്ടുള്ള ഒരു റിവ്യൂവർ ഇല്ല ബിഗ് ബോസിന്. അതാദ്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ രാവിലെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഷാനവാസും അനീഷും തമ്മിൽ ഒരു ചെറിയൊരു സംഭവം. അനീഷ് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഷാനവാസ് ആണ് പ്രവോക്ക് ചെയ്തത്. ഷാനവാസ് പറയുന്നത് എന്താണ്? അക്ബറിനെയാണ് സാബുച്ചേട്ടൻ ഇവിടെ വന്ന് പൊളിച്ചടുക്കിയത്. ഗ്രൂപ്പുകളെ കുരുതി കൊടുത്തവൻ എന്ന് പറഞ്ഞ് അക്ബറിനെയാണ് പൊളിച്ചടുക്കിയത്. എന്നിട്ടും നിന്നെ ആക്രമിക്കാതിരുന്നിട്ടും നീ അയാളെ എന്തിനാണ് ചൊടിപ്പിച്ചത്, അയാളെ എന്തിനാണ് ആക്രമിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അനീഷിനെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. അനീഷ് മിണ്ടാതെ നിന്ന് ഷാനവാസിന്റെ ഈ ഡയലോഗ് അടി ഫുൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് ചിരിയാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിന്റെ കയ്യിൽ 2 കപ്പ് ഇരിക്കുന്നുണ്ട്. കാപ്പി കുടിക്കുന്ന 2 കപ്പ് ഇരിക്കുന്നുണ്ട്. ഈ 2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെയൊക്കെയാണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. വേറെ എല്ലാവരും ഉറക്കമാണ്. അവിടെ 2 പേരേ ഉള്ളൂ. ഷാനവാസ് നിപ്പുണ്ട്, അനീഷ് ഉണ്ട്. ഇവരെ 2 പേരുടെയും കപ്പാണ്. അത് നെവിന്റെ ആയിരിക്കാൻ ഒരു വഴിയില്ല. കാരണം നെവിൻ കാപ്പി കുടിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. അപ്പോ ഷാനവാസിന്റെയും കൂടി കപ്പ് അനീഷ് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കാണ് ആ മനുഷ്യനെ നിന്ന് പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ചെറിയ ഡീറ്റെയിൽസും നോക്കി ശ്രദ്ധിച്ച് കണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇങ്ങനെയുള്ള ഇത്രയും നല്ലൊരു മനുഷ്യനാണ്. അപ്പോ ഇയാളെ പ്രവോക്ക് ചെയ്യാനായിട്ട് ഷാനവാസ് പറയുന്നത് എന്താണ്? നീ സാബുച്ചേട്ടനെ ആക്രമിച്ചു. അതിൽ തന്നെ നിന്റെ സ്ട്രാറ്റജി ഉണ്ട്, നിന്റെ ഗെയിം ഉണ്ട്. എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത്. ഷാനവാസ് എന്താ ഗെയിം കളിക്കാനായിട്ടല്ലേ പോയിരിക്കുന്നത്? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഷാനവാസ് ഗെയിം കളിക്കാനല്ലേ പോയിരിക്കുന്നത്? എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ഇത് നിന്റെ ഗെയിമാണ്. ഗെയിമാണ്, നീ ജീവിക്കാനായിട്ടാ വന്നതെന്നുള്ളത് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, കള്ളമാണെന്ന് പറയുന്നു. പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞ് മാസ് കാണിക്കുന്നുണ്ട്, ഷോ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷോ നക്കി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വരെ വന്നിട്ടില്ല. അവിടെ ക്യാമറ സ്പേസിന് വേണ്ടി ഇമാതിരി ഡയലോഗ് അടിയും കൊണയടിയും നടത്തുന്ന ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വരെ വന്നിട്ടില്ല. നിസ്സംശയം പറയാനായിട്ട് പറ്റും. ഇത് രാവിലെ തന്നെ ഇതാണ് ഞാൻ കാണുന്നത്. ലൈവ് വെച്ചപ്പോ തന്നെ ഉള്ള മൂഡ് അങ്ങോട്ട് പോയി. അപ്പൊ അനീഷ് ഇങ്ങനെ ഈ 2 ഗ്ലാസ്സും എടുത്തോണ്ട് എനിക്ക് ചിരിയാണ് ഷാനവാസെ വരുന്നതെന്ന് പറഞ്ഞ് നടന്നൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഷാനവാസ് നെവിൻ ആ വഴി വന്നപ്പോഴത്തേക്ക് നെവിന്റെ കൂടെ എനിക്കൊന്ന് വലിക്കാനായിട്ട് പോകുന്നു തോന്നുന്നു. ഇതാണ് ലൈവിനകത്ത് നടന്നത്. ഷാനവാസ് രാവിലെ തന്നെ പ്രവോക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.